ഭൂമിയിലെ സ്വർഗം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം. അതെ, നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള സ്വിറ്റ്സർലൻഡിലൂടെയാണ്. പലപ്പോഴും ഫോട്ടോകളിലൂടെയും സിനിമകളിലൂടെയും മാത്രം ഞാൻ കണ്ടു പരിചയിച്ച സ്വിറ്റ്സർലൻഡ്, അതായത് എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് യാത്ര ചെയ്യുന്ന ഓരോ നിമിഷം. ഈ പച്ചപ്പും മലനിരകളും അവിടെയായിട്ടുള്ള ഫാം ഹൗസുകളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതവും ആശ്ചര്യവും ഒക്കെ എനിക്ക് തോന്നി. ഭൂമിയിൽ ഇങ്ങനെയും ഒരു സ്ഥലമുണ്ടോ? സ്വർഗതുല്യം എന്ന് തന്നെ പറയാം. സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാജ്യത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഭൂമിയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ സ്വിറ്റ്സർലൻഡ്. സമാധാനപ്രിയരുടെയും പക്ഷം പിടിക്കാത്ത ആളുകളുടെയും നാടാണ് സ്വിറ്റ്സർലൻഡ്. ഇവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു സമാധാനം ഫീൽ ചെയ്യും. വളരെ സമാധാനത്തോടു കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന ഭൂമിയിലെ സ്വർഗം എന്ന് നമുക്ക് 100% വിളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അതുപോലെ തന്നെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് സ്വിറ്റ്സർലൻഡുകാർ. ഇവരുടെ ഭക്ഷണ രീതിയും ഇവരുടെ സമാധാനപരമായിട്ടുള്ള ജീവിതം തന്നെ ഇവരുടെ ആയുസ് കൂട്ടും. കാരണം ഇവിടെ ഞാൻ യൂറോപ്പിലെ 5ാമത്തെ രാജ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഞാൻ ഇത്രയും ദിവസം ഫുഡ് കഴിച്ചപ്പോഴും നാടൻ മുട്ടയുണ്ടല്ലോ അത് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഫാം അത്രത്തോളം ഉണ്ട്, കൃഷിയിടങ്ങൾ അത്രത്തോളം ഉണ്ട്. ഇവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് കൃഷിയും വ്യവസായവുമാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ പോലും ഇപ്പോൾ ഷോപ്പുകളിലല്ല റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാൽ ഒരിക്കൽ പോലും നമുക്ക് നാടൻ മുട്ട കിട്ടില്ല. നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങണം. ഇവിടെ എല്ലായിടത്തും നാടൻ മുട്ട അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മീറ്റ് ആണെങ്കിലും ഇവരുടെ ഫാമുകളിൽ നിന്നാണ്. അപ്പോൾ കെമിക്കൽ ചേരാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് അവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ ചേരാത്ത ആയതുകൊണ്ടും അവരുടെ ആയുസ് കൂടുതൽ. ആയുർദൈർഘ്യത്തിൽ 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം അവരുടെ ജീവിത രീതിയും അക്രമമില്ല, ഒന്നുമില്ല. സമാധാനപരമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റ ആളുകളുടെ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമുള്ളത് നമ്മുടെ സ്വിറ്റ്സർലൻഡിനാണ്. അതുപോലെ നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യമായിട്ട്. സ്വിസ് റെയിൽവേയുടെ ആവി എഞ്ചിനാണ് ഇപ്പോൾ നമ്മുടെ ഊട്ടിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് നമ്മുടെ രാജ്യമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഊട്ടിയിൽ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഊട്ടിയിൽ ആവി എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വിസ് റെയിൽവേയുടെ ആവി എഞ്ചിനാണ് ഊട്ടിയിൽ വർക്ക് ചെയ്യുന്നത്. അതെനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടോ. ഇന്ന് 8 ഡിഗ്രിയാണ്. 8 ഡിഗ്രി തണുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ബുദ്ധിമുട്ടുള്ള തണുപ്പൊന്നുമല്ല, പക്ഷെ ഭയങ്കര രസമുള്ള തണുപ്പാണ് ഇവിടുത്തത്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ്. നമ്മൾ ഈ ഒരിക്കൽ പോലും ഒരു തണുപ്പ് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാത്രം തണുപ്പുകളേ ഉള്ളായിരുന്നു. ഇത് കണ്ടോ വീടുകളാണിത്. നമുക്ക് കുറേ ഫാമും പാടങ്ങൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചെടുത്ത് വീട് കാണും. അതുണ്ടോ ട്രെയിൻ പോകുന്നതുണ്ടോ. ഇവിടെ ഒരു കാഴ്ചയെന്ന് വെച്ചാൽ റോഡ് കാണും, തൊട്ട് സൈഡിൽ തന്നെ ട്രെയിൻ കാണും, അതിനപ്പുറത്ത് പച്ചപ്പ് കാണും, അതിനപ്പുറത്ത് മലനിരകൾ കാണും. അങ്ങനെ വർണ്ണിക്കാനാവുന്നതിലും അപ്പുറം സൗന്ദര്യം നൽകിയാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ നിൽക്കുന്നത്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റ് ആണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിയത് ചോക്ലേറ്റ് ആണ്. ലിൻഡിൻ്റെ ചോക്ലേറ്റ് ആണ് ഞാൻ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വാങ്ങിയത്. അപ്പോൾ ലിൻഡ് അതുപോലെ തന്നെ നമ്മുടെ ടോബ്ലറോണൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്കറിയാവുന്ന കുറച്ച് പേരുകൾ മാത്രമാണിത്. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ചോക്ലേറ്റുകളും ടേസ്റ്റിയാണ്. കാരണം ഇത്രയും നന്നായിട്ട് ചോക്ലേറ്റ് വേറെ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അവർക്ക് എല്ലാത്തിൻ്റെയും അവൈലബിലിറ്റി ഉണ്ട്. പശുക്കൾ ആവശ്യത്തിലധികമായുണ്ട്, പാലുണ്ട്. നല്ല പ്യുവർ ചോക്ലേറ്റ് ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട്. ടേസ്റ്റിയാണ്. വിലയ്ക്കൊന്നും വലിയ കുറവൊന്നുമില്ല, നല്ല വിലയൊക്കെയാണ്. പക്ഷെ അത്രത്തോളം ടേസ്റ്റും അതിന് കിട്ടുന്നുണ്ട്. നമ്മൾ വില കൊടുത്താലും അത്രയും ടേസ്റ്റി ആയിട്ടുള്ളത് വില നോക്കാതെ നമ്മൾ വാങ്ങുന്നത് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റുകളാണ്. ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടാണ് കുറേയൊക്കെ വാങ്ങിയത്. പലതിൻ്റെ പേരറിയത്തില്ലായിരുന്നു, കുറേയൊക്കെ വാങ്ങി നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെർഗാനി ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് ഞാൻ പാരീസിൽ നിന്നാണ് ഞാൻ വെർഗാനിയുടെ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ ലിൻഡിൻ്റെ ചോക്ലേറ്റ്, ഇവിടുത്തെ ഏത് ചോക്ലേറ്റ് എടുത്താലും ലോക്കൽ ഒരു ചെറിയ ചോക്ലേറ്റ് എടുത്താൽ പോലും ടേസ്റ്റിയാണ്. അവരുടെ ഉണ്ടാക്കുന്ന കഴിവ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി കാരണമായിരിക്കാം, ഈ പാലിൻ്റെയൊക്കെ അവൈലബിലിറ്റി കാരണമായിരിക്കും ചോക്ലേറ്റിന് ഇത്രയും ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ രാജ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ 4 ഭാഷകൾ ഇവർ ദേശീയ ഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റലി, റോമൻ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ എവിടെ നോക്കിയാലും നമ്മൾ കൊടുക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ യൂറോ ആയിരിക്കും. അപ്പോൾ നമ്മളെല്ലാം കയ്യിൽ കരുതിയത് യൂറോ ആണ്. പക്ഷേ സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിയുമ്പോൾ ഫ്രാങ്ക് ആണ് ഇവിടുത്തെ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫ്രാങ്ക് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ യൂറോ കൊടുത്താലും അവർ വാങ്ങുകയും ചെയ്യും. നമ്മൾ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നതുള്ളത് കൊണ്ട് നമുക്കതൊരു പ്രശ്നം വന്നില്ല. പക്ഷേ കയ്യിൽ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ചില്ലറ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, യൂറോ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, ഫ്രാങ്ക് തന്നെ കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഫ്രാങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ യൂറോ നോട്ടുകൾ എടുക്കും, ചില്ലറ എടുക്കില്ല.
അപ്പോൾ അതിൽ എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നിയത് യൂറോപ്യൻ യൂണിയനിൽ യൂറോ ഇല്ലാത്ത ഒരേ ഒരു രാജ്യം സ്വിറ്റ്സർലൻഡാണ്. അവിടെ യൂസ് ചെയ്യുന്നത് ഫ്രാങ്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സ്വിറ്റ്സർലൻഡിനെ പറ്റി പറഞ്ഞു തന്നു. അപ്പോൾ ഏറ്റവും നല്ല രാജ്യം, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു രാജ്യമാണ്. ഇനി എന്നോട് ചോദിക്കുകയാണ് ഇനിയും പോയ രാജ്യങ്ങളിൽ ഏതിലാണ് ഇനിയും പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 വട്ടം ഞാൻ സ്വിറ്റ്സർലൻഡേ പറയത്തുള്ളൂ. കാരണം അത്രത്തോളം സമാധാനമുള്ള, അത്രത്തോളം പ്രകൃതി ഭംഗിയുള്ള, അത്രത്തോളം നല്ല ക്ലൈമറ്റുള്ള ഒരു രാജ്യം ഞാൻ ഇതുവരെ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ 3 ദിവസം നമ്മൾ സ്റ്റേ ഉണ്ടായിരുന്നു. ഈ 3 ദിവസവും നമുക്ക് മതി വരാതെ നമ്മൾ സ്റ്റേ ചെയ്ത അതെങ്കിൽ കണ്ടു കൊതി തീരാത്ത ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് TTC ദ ട്രാവൽ കമ്പനിയോടൊപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഡേ 1 മുതൽ ഈ നിമിഷം വരെയുള്ള കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ യാത്ര ചെയ്യുക. ഒരിക്കലും നഷ്ടമാവില്ല. വളരെ 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 രസകരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കും. താങ്ക് യു സോ മച്ച്. നാളെ സ്വിറ്റ്സർലൻഡിൻ്റെ കിടിലൻ വീഡിയോയുമായിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.